ഹലോ ഫ്രണ്ട്സ്, ഷാഡ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഓർ വുമൺ പോലീസ് ഡ്രൈവർ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. ഇന്ന് അതായത് 1/2/2023 കൺഫർമേഷൻ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ അതിൻ്റെ കാറ്റഗറി എല്ലാവർക്കും അറിയുന്ന കരുതുന്നു 416/2021. അതിലെല്ലാവരും കൺഫർമേഷൻ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റായി ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം എല്ലാവരുടെയും മലയാളം തന്നെയായിരിക്കും ലാംഗ്വേജ് കരുതുന്നു. എന്നിരുന്നാലും ലാംഗ്വേജ് കറക്റ്റായി സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ അവരവരുടെ ഡിസ്ട്രിക്ട്, എക്സാമിന് ഏതാണോ ഡിസ്ട്രിക്റ്റും അതുപോലെ താലൂക്കും അത് വളരെ കൃത്യമായിട്ട് തന്നെ സെലക്ട് ചെയ്യുക. ആരും തെറ്റാതെ തന്നെ കൺഫർമേഷൻ ചെയ്യുക. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയാൻ പോവാണ്. നിങ്ങൾ അപേക്ഷ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, അതായത് നിങ്ങൾ അപേക്ഷ നൽകി തീയതിക്ക് തൊട്ട് മുമ്പ് വരെ ഹെവി ലൈസൻസ് പ്ലസ് ബാഡ്ജ് പാസ്സായിരിക്കണം. നിങ്ങളുടെ ലൈസൻസ് കയ്യിലുണ്ടാകണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഡ്രൈവിംഗ് ടെസ്റ്റും ബാഡ്ജ് ടെസ്റ്റും പാസ്സായിരിക്കും എന്നുള്ളത് നിർബന്ധം. ഇതിൽ വുമൺസിന് ഒരു ഡൗട്ട് ഉണ്ടാവും, അതായത് നിങ്ങൾക്ക് പ്രത്യേക കൺസ്ട്രക്ഷൻ ഉണ്ട്, അങ്ങനെയുണ്ട്. ഇതിൽ യാതൊരു കൺസ്ട്രക്ഷനും ഇല്ല. എല്ലാവർക്കും ഒരേപോലെ തന്നെ റൂൾസ്. എല്ലാവരുടെയും ഹെവി ലൈസൻസ് വിത്ത് ബാഡ്ജ് ഉണ്ടാവണം. അതായത് അപേക്ഷ അയച്ചു കഴിഞ്ഞിട്ട് അതിനുശേഷം എടുക്കാം എന്നൊക്കെ വിചാരം ഉണ്ടാവും. അങ്ങനെ യാതൊരു പറ്റില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും PSC കണ്ടുപിടിച്ചാൽ നിങ്ങളുടെ മേലെ കടുത്ത നടപടി ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ഡീബാർ ചെയ്യും. അപ്പോൾ യാതൊരു കാരണം വെച്ചാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ട് വെച്ചാൽ നിങ്ങൾ കൺഫർമേഷൻ ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധയോടുകൂടി ചെയ്യുക. അതുപോലെ തന്നെ കൺഫർമേഷൻ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കേണ്ട. കാരണം ചിലപ്പോൾ സൈറ്റ് ബിസി ആകാനോ വേറെ എന്തെങ്കിലും പ്രശ്നമോ കാര്യമാവും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാതെയാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും കൺഫർമേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ലാംഗ്വേജും അതുപോലെ ഡിസ്ട്രിക്ട്, താലൂക്ക് അതും മറക്കാതിരിക്കുക. ഓക്കെ, ഇനിയും കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചു അല്ലെ, MP ഇലക്ഷനാണ്, അപ്പോൾ അത് കാരണം എക്സാം മാറ്റിവെക്കും അല്ലെങ്കിൽ എക്സാം ആ ടൈമിൽ നടക്കുമോ എന്നൊക്കെ തോന്നും. അതിനെക്കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എക്സാം അത് നടക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണല്ലോ PSC ഇങ്ങനെയൊരു കൺഫർമേഷൻ വന്നതെല്ലാം. അപ്പോൾ ഇലക്ഷൻ ഡേറ്റ് പറയുന്നത് ഓൾ ഇന്ത്യയിലാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ഏപ്രിൽ ഏതെങ്കിലും ഒരു ദിവസമാവും. നമ്മുടെ എക്സാം ദിവസം തന്നെ ആവണമെന്നില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ആരും ആലോചിക്കേണ്ട. നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, എക്സാം നല്ലപോലെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ എക്സാം ഡേറ്റ് മറക്കണ്ട. നമ്മുടെ കാറ്റഗറി നമ്പർ തന്നെയുണ്ട് 416/2013 അതായത് ഏപ്രിൽ മാസം 4 മാസം 16-ാം തീയതി. അപ്പോൾ എല്ലാവർക്കും ഈ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഗുഡ് ബൈ.